ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പൃഥ്വിയാണെങ്കിൽ സർലയുടെ അടുത്ത് ചെല്ലുകയാണ്. സർലയോടാണെങ്കിൽ നമ്പ്യാർ ഫാമിലിയെക്കുറിച്ച് കുറ്റം പറയുന്നു. സൃഷ്ടിക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. സൃഷ്ടിയാണെങ്കിൽ സർല അവിടെ നിന്നും ടീ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. പൃഥ്വി പറയാണ്, പ്രീത നല്ല പെൺകുട്ടിയാണ്, അവളെ എനിക്ക് ഒരുപാട് വിശ്വാസമാണ്, ആരെന്തു പറഞ്ഞാലും അവളെ ഞാൻ വിശ്വസിക്കാതിരിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. പൃഥ്വിയാണെങ്കിൽ പ്രീതയുടെ റൂമിൽ ചെല്ലുന്നു. പ്രീതയുടെ ഫോട്ടോ എടുത്തിട്ട് പറയാണ്, നിന്നോട് എനിക്കിപ്പോൾ പ്രേമം തോന്നിയിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഷേർലിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അവളും വേണം. അവളാണെങ്കിൽ എനിക്ക് കുറേ ഐഡിയകളൊക്കെ തരുന്നുണ്ട്. ഒരു സൈഡിൽ എരിവുള്ള ഷേർലിനും ഒരു സൈഡിലാണെങ്കിൽ മധുരമുള്ള പ്രീതയും എനിക്ക് വേണമെന്നൊക്കെ പറയാണ് ഫോട്ടോ നോക്കിയിട്ട്. പ്രീതയാണെങ്കിൽ നല്ല സ്വഭാവമുള്ള പെണ്ണാണ്, അവളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്നവളാണെന്നൊക്കെ പൃഥ്വി സ്വയം പറയാണ്. പ്രീതയാണെങ്കിൽ ഫോട്ടോ നോക്കി നോക്കി കട്ടിലേക്ക് കിടന്നുകൊണ്ട് പറയാണ്, പ്രീത നീ എൻ്റെ ജീവിതത്തിൽ നിറയെ മധുരം തരത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ നോക്കിയൊക്കെ പാട്ട് പാടുന്നു. പൃഥ്വിയാണെങ്കിൽ ഫോട്ടോ ചേർത്ത് വെച്ച് ഉമ്മ കൊടുക്കുകയാണ്. നിന്നെ ഒരുപാട് എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്നു. നമ്പ്യാർ ഫാമിലിയിലേക്കാണെങ്കിൽ ഷേർലിനും ഷേർലിൻ്റെ അമ്മയും വരികയാണ്. പണ്ഡിതരെയും കൂട്ടിയിട്ടാണ് വരുന്നത്, കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി. രോഹിത് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴേ ഇത് തീരുമാനിക്കണോ എന്നൊക്കെ. ഷേർലിൻ്റെ അമ്മ അപ്പോൾ പറയാണ്, പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതും വരെ ടെൻഷനാണ്, ഉറക്കമില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുന്നതെന്ന്. കിരൺ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഷേർലിനാണെങ്കിൽ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, ആ മിഡിൽ ക്ലാസ് പ്രീതയെ വെച്ചിട്ട് ഇവനാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്നാണ് കരുതിയത്. അവസാനം ഇപ്പോൾ പ്രീത ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഈ വീട്ടിലാണെങ്കിൽ എല്ലാവരും എന്നെ നല്ലതായിട്ട് ബഹുമാനിക്കുന്നുണ്ട്, നാളെ ഇവനും എന്നെ ബഹുമാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കാണെന്നൊക്കെ ഓർത്തിട്ട് ചിരിക്കുന്നു. കിരൺ ആണെങ്കിൽ ഷേർലിനോടപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് ചിരിക്കുന്നത്, ജയിച്ചെന്ന് കരുതിയോ എന്ന് ചോദിക്കുന്നു. കവിതയാൻറ്റി ഉടനെ വിഷയം മാറ്റുകയാണ്. കവിതയാൻറ്റി പറയുകയാണ്, ഷേർലിനാണെങ്കിൽ രോഹിത്തിന് വേണ്ടി സ്ലാം ബുക്ക് വരെ എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ സുന്ദര നിമിഷങ്ങളൊക്കെ അതിലുണ്ടെന്ന്. ഷേർലിൻ്റെ അമ്മ പറയാണ്, ഇന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, ഇന്ന് നമ്മുടെ ഫാമിലി അല്ലാതെ വേറൊരാളും ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഷേർലിൻ പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ പിടിക്കുകയാണ്. അത് കണ്ടിട്ട് കിരൺ ചോദിക്കുകയാണ്, ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. ഷേർലിൻ്റെ അമ്മ പെട്ടെന്ന് പറയുകയാണ്, പ്രീതയുടെ ഫാമിലിയാണ് ഉദ്ദേശിച്ചതെന്ന്. അവരുള്ളപ്പോഴെല്ലാം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു, ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയാണ്. രോഹിത്തിനും കിരണിനും ആണെങ്കിൽ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. രോഹിത് ആണെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആ സമയത്ത് കവിതയാൻറ്റി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഷേർലിനെക്കാട്ടി മുഖ്യമായിട്ട് വേറെ എന്താണ് പണിയുള്ളതെന്ന്. രാധിക അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയാണ്, രോഹിത്തിന് ജോലിയുണ്ട്, അവൻ പോയിട്ട് വരട്ടെ, വന്നിട്ട് പിന്നെ സംസാരിച്ചോളുമെന്ന്. രോഹിത് ആണെങ്കിൽ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കിരൺ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ ഷേർലിനും രോഹിത്തുമായിട്ടുള്ള വിവാഹം നടക്കാൻ സമ്മതിക്കരുത്, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമെന്ന്. പുറത്തു പോയിട്ട് പ്രീത അവിടേക്ക് വരികയാണ്. പ്രീത പറയാണ്, എനിക്കാണെങ്കിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡിൽ ജോലി കിട്ടിയെന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. പ്രീത പറയാണ്, എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു ഈ നിമിഷത്തിൽ. പ്രീത പറയാണ്, ഇത് വലിയ ഒരു പൊസിഷനുള്ള ജോലിയാണ്, അത് മാത്രമല്ല T20 കളിക്കുന്ന ക്രിക്കറ്റുകാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ, അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള വേറെ ആർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതാണ് ജോലിയെന്ന്. സർലയ്ക്കും സൃഷ്ടിക്കും അതുപോലെ മുത്തശ്ശിക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുകയാണ് പ്രീതയെ ഓർത്തിട്ട്. പൃഥ്വിയാണെങ്കിലും 2 കൈയും നീട്ടി കെട്ടിപ്പിടിക്കാൻ എന്ന വണ്ണം അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ പ്രീത ചെല്ലുന്നില്ല. പൃഥ്വിയാണെങ്കിൽ കൈ പിടിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കൺഗ്രാജുലേഷൻ പറയുന്നു. പൃഥ്വി പറയാണ്, നീ നല്ല കാര്യമാണ് ചെയ്തത്, നിനക്ക് ഞാൻ ഫുൾ സപ്പോർട്ട് തരുന്നു, വീണ്ടും ആ കിരണിൻ്റെ വീട്ടിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്, നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലതായെന്നൊക്കെ പറയുന്നു. പൃഥ്വിയാണെങ്കിൽ പ്രീതയോട് പറയാണ്, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ലക്കിയാണെന്നൊക്കെ. പൃഥ്വിയാണെങ്കിൽ പ്രീതയ്ക്ക് വേണ്ടി ഇന്ന് പാർട്ടി അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രീത പറയുന്നുണ്ട്, എനിക്ക് വേറൊരു പാർട്ടിക്ക് പോകണം, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സർല അപ്പോൾ പറയുന്നുണ്ട്, മുഖ്യമായിട്ടുള്ള പാർട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും പോകണമെന്ന്. പൃഥ്വിയാണെങ്കിൽ പ്രീതയെ വീണ്ടും പുകഴ്ത്തി പറയണം, നീ എത്ര വലിയവളാണെന്ന് ഇനിയും തൊട്ടാണ് കിരണൊക്കെ മനസ്സിലാകാൻ പോകുന്നത്, എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. പൃഥ്വിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയാണ്. ഇനിയും തൊട്ട് ഇവർ എന്നെയും ശ്രദ്ധിക്കും, ഇത്രയും നാളും കിരണിനെയും രോഹിത്തിനെയും ആയിരുന്നു ശ്രദ്ധിച്ചിരുന്നത്, അതെല്ലാം മാറിപ്പോയെന്നൊക്കെ വിചാരിക്കുന്നു. കിരൺ ആണെങ്കിൽ കിരണിൻ്റെ ഫ്രണ്ട് ഡോക്ടറിനെ വിളിക്കുന്നു. ഡോക്ടറിനോട് പറയാണ്, ഞാൻ ആ പെണ്ണിനെയും കൊണ്ട് ക്ലിനിക്കിൽ വരാമെന്ന്, പെട്ടെന്ന് തന്നെ വരാൻ പറയുന്നു. കിരൺ ആണെങ്കിൽ അതിനുശേഷം ടീ കപ്പിലാണെങ്കിൽ എണ്ണ ഒഴിക്കുകയാണ്. അത് കാർത്തിക കാണുന്നുണ്ട്. കാർത്തിക വിചാരിക്കുന്നുണ്ട്, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. കിരൺ ആണെങ്കിൽ എണ്ണക്കപ്പുമായിട്ട് കിച്ചണിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു. ആ സമയത്ത് കാർത്തികയാണെങ്കിൽ സമീറിനോട് പറയുന്നുണ്ട്, ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്.
സമീർ അപ്പോൾ പറയാണ്, ചേട്ടനാണെങ്കിൽ എണ്ണ കപ്പിൽ ഒഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും, എന്താണെന്ന് നമുക്ക് പോയി നോക്കാമെന്ന് പറയുന്നു. കിരൺ ആണെങ്കിൽ ഷേർലിൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. കിരൺ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഈ എണ്ണ താഴെ ഒഴിച്ചിട്ട് ഇവളെ വീഴ്ത്തുന്നതെന്ന്. അതേസമയം ഷേർലിൻ ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്